ഹേ ഗൈസ്, അപ്പം വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇത്തിരി കടിഞ്ചായ ഉണ്ടാക്കാം. ഞാൻ കടിഞ്ചായ ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പം ഞാൻ നേരത്തെ റോഡിൽ പോയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു ക്രാക്ക് ജാക്കും വാങ്ങിച്ചുകൊണ്ട് വന്നത് 10 രൂപയുടെ ബിസ്ക്കറ്റ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് 10 രൂപയുടെ ബിസ്ക്കറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റൊന്നും ഫേവറേറ്റ് അല്ലെന്നല്ല, അതും കഴിക്കും. പിന്നെ കുറച്ച് അമ്മയ്ക്കും കൊടുത്തു. അതിനുശേഷം രാത്രിയിലോട്ട് എന്തുണ്ടാക്കും അതായിരുന്നു ടെൻഷൻ. കാരണം ചോറില്ല. അപ്പം അമ്മ പറഞ്ഞു മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാകുന്നു. അങ്ങനെ മുട്ട വേവിക്കാൻ വേണ്ടി അമ്മയും വെച്ചു, ഞാൻ ചപ്പാത്തി പരത്താനും തുടങ്ങി. അങ്ങനെ ചപ്പാത്തി എങ്ങനെയെങ്കിലും ഒരു നല്ല ഷേപ്പിൽ പരത്തിയെടുക്കുക, അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. അതൊരു ഇഷ്ടമാണല്ലോ, നമുക്ക് നല്ല വട്ടത്തിലിരിക്കുമ്പോൾ ഒരു രസമല്ലേ. എങ്ങനെയായാലും അത് കഴിക്കും, ഏത് ഷേപ്പാണെന്ന് നോക്കത്തില്ല. പക്ഷേ എന്നാലും അപ്പം ഓക്കെ ആയിരുന്നു ആദ്യത്തെയൊക്കെ. അപ്പോൾ അവിടത്തേക്ക് അമ്മ ഉള്ളിയൊക്കെ വരട്ടിങ്ങനെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത പരത്താനായിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഫ്ലോപ്പ്. കാരണം അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം വേണ്ട, ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എന്ന് വെച്ച് കളഞ്ഞില്ല കേട്ടോ. അതും ഞാൻ പരത്തി അത് ചുടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അമ്മ മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പം നേരെ ഇനി ചപ്പാത്തി ചുടാനായിരുന്നു. അത് അമ്മ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എനിക്ക് വേറെ ജോലികളുണ്ടായിരുന്നു, അത് ഞാനും അങ്ങ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് ഒരു 10-15 എണ്ണമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. കാരണം അടുത്ത ദിവസത്തെയും കൂടി നമുക്ക് എടുക്കാമല്ലോ രാവിലെ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തിയും മുട്ടക്കറിയും റെഡിയായി. ഞാൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവരും കഴിച്ചു. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ.